ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 64-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് ചോദിച്ചു, അച്ഛാ എന്നതാ അച്ഛൻ ഈ പറയുന്നത്? ഭൂതോച്ചാടന അനുഭവ പാഠങ്ങൾ എന്താ അച്ഛാ? ഇതൊക്കെ വല്ലതും ആവശ്യമുള്ള കാര്യങ്ങളാണോ, ഉള്ള കാര്യങ്ങളാണോ? സ്നേഹമുള്ള സഹോദരങ്ങൾ, ഈ ഒരു ചിന്ത പലരെയും അലട്ടുന്നുണ്ട്. ഭൂതോച്ചാടനം, ഭൂതം എന്നൊക്കെ പറയുന്നത് ഇവിടെ ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പിശാച് എന്ന അർത്ഥത്തിലാണ്. സാത്താൻ, പിശാച് ബഹിഷ്കരണ അനുഭവ പാഠങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. നമ്മൾ അനുഭവങ്ങൾ ഓരോന്നോരോന്ന് പങ്കുവെച്ച് അതിൻ്റെ വെളിച്ചത്തിലുള്ള പാഠങ്ങൾ, ഓരോ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പല പാഠങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂതോച്ചാടനം ആവശ്യമില്ലാത്തതാണ്, അർത്ഥമില്ലാത്ത, പ്രസക്തി ഇല്ലാത്തതാണ് പിശാച് ബഹിഷ്കരണം എന്ന് ചിന്തിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, സ്നേഹമുള്ള സഹോദരരെ, ഈ പിശാച് ബഹിഷ്കരണം എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ഈശോയുടെ ദൗത്യത്തെയും ഈശോ വെളിപ്പെടുത്തിയ ദൈവരായ രഹസ്യങ്ങളെയും ഈശോ ആരംഭിച്ചതായ ദൈവരായ ശുശ്രൂഷയുടെ ദൗത്യം സഭ നിർവഹിക്കുന്നതിനെയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുന്ന സഭാത്മക ജീവിതം, കുദാശജീവിതം, ഇത് മുഴുവൻ മനസ്സിലാക്കാണ്ട് പറ്റുകയുള്ളൂ. ഈശോയുടെ പേര് തന്നെ ഭൂതോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈശോ എന്ന പേരിൻ്റെ തന്നെ അർത്ഥം എന്താണ്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? യൗസേ പിതാവിനോട് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത ഈശോയുടെ ജനതയെക്കുറിച്ച് അറിയിപ്പ് നൽകുമ്പോൾ, ശിശുവിന് നീ യേശു എന്ന് പേരിടണം, കാരണം അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ, അതാണ് യേശു, യോശുവ. യാഹ്വേ സേവ്സ് എന്ന വാക്കിൻ്റെ പേര് അർത്ഥം അതാണ്. അപ്പോൾ ഈശോ അത് നമുക്കറിയാം, പൗരസ്ത്യ സുറിയാനി ഭാഷയുടെ ഉച്ചാരണമാണ് ഈശോ. പാശ്ചാത്യ സുറിയാനി ഉച്ചാരണമാണ് യേശു. പീവേഴ്സ് ബൈബിളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യേശു എന്ന പേര് കാണുന്നതിൻ്റെ കാരണം അത് പാശ്ചാത്യ സുറിയാനി എന്നതിലുപരി ഗ്രീക്ക് ഭാഷയിലുള്ള മൂല ഗ്രന്ഥം സെപ്ത്വാജന്ത് അതിൽ നിന്ന് വിവർത്തനം ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് യേശു എന്നുള്ള ഉച്ചാരണം വന്നിരിക്കുന്നത്. നമുക്കറിയാം യേശു അല്ലെങ്കിൽ ഈശോ മിശിഹ എന്നുള്ളത് നമ്മൾ സീറോ മലബാർ കുർബാനക്രമത്തിലും പ്രാർത്ഥനകളിലും ഒക്കെ കാണുമ്പോൾ അത് പൗരസ്ത്യ ഉച്ചാരണമാണ്. ഉച്ചാരണം ഏതായാലും ആ പേരിൻ്റെ അർത്ഥം പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. എന്തുകൊണ്ടാണ് പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരുന്നത്? അത് പാപം പിശാചിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ടാണ്. പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രത്യക്ഷനായത്. ഈശോയുടെ പേരിൻ്റെ തന്നെ അർത്ഥം പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ. അതുകൊണ്ട് ഈശോയുടെ പേരിൻ്റെ തന്നെ അർത്ഥം ഭൂതോച്ചാടകൻ എന്ന് തന്നെയാണ്. ഭൂതോച്ചാടകൻ, കാരണം പാപം പിശാചിൻ്റെ പ്രവൃത്തി, അതിൽ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈശോയുടെ ദൗത്യം അങ്ങനെ തന്നെ നമുക്കറിയാമല്ലോ. ദൈവരായി സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുവൻ. എന്തിനാ അനുദപിക്കുന്നത്? പാപമോചനം കിട്ടാൻ വേണ്ടിയിട്ട്. സ്നാപകൻ തന്നെ ദൗത്യം ആരംഭിക്കുമ്പോൾ ഇത് തന്നെ പറഞ്ഞാൽ ആരംഭിക്കുന്നത്, അനുദപിക്കുവൻ. പാപമോചനത്തിനുള്ള ജലം കൊണ്ടുള്ള സ്നാനമാണ് താൻ നൽകുന്നത് യോഹന്നാൻ വിശദീകരിക്കുന്നുണ്ട്. ഈശോ അപ്പസ്തലന്മാരെ അയക്കുമ്പോൾ അവരുമായി പ്രസംഗിക്കുന്നത് അനുദപിക്കണമെന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ഈശോ അപ്പസ്തലന്മാർ 2 പേരെ അയക്കുമ്പോൾ അവരുമായി ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. എന്നിട്ട് അനേകം പിശാചുകളെ പുറത്താക്കി. പാപത്തിൻ്റെ പിടുത്തം കെട്ട് പൊട്ടുന്നിടത്ത്, അഴിയുന്നിടത്ത് മാത്രമേ പിശാചിൻ്റെ പിടുത്തം പോവുകയുള്ളൂ. ഈശോ അപ്പസ്തലന്മാർക്ക് തൻ്റെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്വർഗാരോഹണത്തിന് മുൻപ് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 47-ാമത്തെ തിരുവചനം നമുക്ക് കാണാൻ പറ്റും. ഈശോയോട് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയിട്ട് പാപമോചനത്തിനായുള്ള അനുതാപം പ്രസംഗിക്കണം. ആൾക്കാർക്ക് പാപമോചനം കിട്ടണം, അതിന് ഉതകത്തക്ക രീതിയിൽ അവർക്ക് അനുതാപം ഉണ്ടാവണം. അതായിരിക്കണം നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ വിഷയം പോലും, പ്രസംഗത്തിൻ്റെ ഉന്നം അതായിരിക്കണം. ഈ ദൗത്യം സ്വീകരിച്ച അപ്പസ്തലന്മാർ അത് ആദ്യമായിട്ട് നിർവഹിച്ചത്, ദൗത്യ നിർവഹണം നടത്തുന്നത് പത്രോസ് അപ്പസ്തലൻ പന്തക്കോസ്തായി പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം. പന്തക്കോസ്തായുടെ രംഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ 32, 33, 34 വായിക്കണമെങ്കിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തലന്റെ പ്രസംഗം കേട്ട ആൾക്കാർ ഹൃദയം നുറുങ്ങി, അത് പശ്ചാത്തപിച്ചു, അവർക്ക് അനുതാപം ഉണ്ടായി. അവർ ചോദിക്കുകയാണ്, സഹോദരന്മാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പത്രോസിൻ്റെ മറുപടി വീണ്ടും, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, എന്നിട്ട് പറയാം അപമാനത്തിനായിട്ട് നിങ്ങൾ സ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും, ഈ ദാനം നിങ്ങൾക്ക് ലഭിക്കും.
പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 26-ാമത്തെ അധ്യായത്തിൽ അഗ്രിപ്പാ രാജാവിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ അവസരം കിട്ടും പറയുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ. ഈശോ അദ്ദേഹം ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാണപ്പെട്ടു, അദ്ദേഹം മറിഞ്ഞു വീണു. അപ്പോൾ ഈശോ സംസാരിക്കുന്നിടത്ത് പറയുന്നത്, നീ സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്നും വിജാതീയ സഹോദരങ്ങളെ എന്നിലുള്ള വിശ്വാസത്തിലേക്ക് പ്രകാശത്തിലേക്ക് ആനയിക്കണം. അത് പാപമോചനം വഴി അവർക്ക് വിശ്വസിക്കുന്നവരുടെ വിശ്വത്തിലൂടെ ഒരു അവകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാപമോചനം വഴി പിശാചിൻ്റെ ആധിപത്യത്തിൽ മോചനം പ്രാപിക്കാൻ അവർക്ക് സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ദൗത്യത്തെ മനസ്സിലാക്കി അങ്ങനെയാണെന്ന് അഗ്രിപ്പാ രാജൻ അദ്ദേഹം പങ്കുവെക്കാൻ പറയുകയാണ്. പക്ഷേ നമ്മുടെ സഹോദരങ്ങളെ, നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് പാപമോചനം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 77-ാമത്തെ തിരുവചനത്തിൽ സ്നാപകൻ്റെ അപ്പനായ സക്രിയ എഴുത്തുപലകയിൽ ശിശുവിൻ്റെ പേര് യോഹന്നാൻ എന്നാണെന്ന് എഴുതി കാണിച്ചു കഴിയുമ്പം നാവിൻ്റെ കെട്ടഴിഞ്ഞു, പശുത്താത്മാവ് നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പ്രവചിക്കുമ്പോൾ പറയുകയാണ് 76-77 വാക്യങ്ങൾ ലൂക്ക 1, നീയോ കുഞ്ഞെ അത്യുന്നതന് പ്രവാചകൻ വിളിക്കപ്പെടും, എന്നിട്ട് അവിടുത്തെ മുമ്പ് നീ വഴിയൊരുക്കാൻ പോകും. എന്താണ് നീ അറിയിക്കേണ്ട ദൗത്യം? പാപമോചനം വഴിയുടെ രക്ഷയെക്കുറിച്ച് അവിടുത്തെ ജനത്തിന് അറിവ് കൊടുക്കാനായിട്ടാണ്. ഈശോ കൊണ്ടുവന്ന രക്ഷ പാപമോചനം വഴിയുടെ രക്ഷയായിരിക്കുന്നതിൻ്റെ ഏക കാരണം വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് പറുദീസയിൽ ഉൽപ്പത്തി 3 നമ്മൾ കാണുന്ന സാത്താൻ വന്ന് കടന്നു കയറി ദൈവത്തോടു കൂടി ആയിരുന്ന ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച് നുണ പറഞ്ഞ് വഴി തെറ്റിച്ച് പാപത്തിലേക്ക് വീഴിച്ചു. അവർ തിന്മയുടെ അടിമത്തത്തിൽപ്പെട്ടു. ആ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യമക്കൾക്ക് രക്ഷകനാണ് സ്ത്രീയുടെ സന്തതിയായിട്ട് വരുന്ന സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന യേശു. ഇതാണ് ഉൽപ്പത്തി 3:15 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമ്മൾ ചേർത്ത് വെക്കണം. അതുകൊണ്ട് നമ്മളിങ്ങനെ ഭൂതോച്ചാടന അനുഭവ പാഠങ്ങൾ ഒന്നൊന്നായിട്ട് പങ്കുവെക്കുന്ന എന്തെങ്കിലും ഒരു വളരെ വിചിത്രമായ അല്ലെങ്കിൽ കാട് കയറിയ അതിശോക്തിപരമായ എന്തെങ്കിലും അനുഭവങ്ങളോ അതിൻ്റെ പാഠങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ക്രൈസ്തവ മതജീവിതത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന അനുഭവം, പിശാചിൻ്റെ സകലവിധ ആധിപത്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ആ ഒരു അനുഭവം, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ധ്യാനപൂർവ്വം ശ്രദ്ധിച്ച് പാഠങ്ങൾ എടുക്കുകയാണ്. അത് നേരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പാഠങ്ങളാണ്. ഞാനിതിപ്പോൾ ഇങ്ങനെ ഒരു പങ്കുവെക്കൽ ഈ ഒരു 64-ാമത്തെ സെഷനിൽ നൽകാൻ ഇടവന്നത്, ഇതേക്കുറിച്ചുള്ള ആക്ഷേപം അനേകരുടെ ഉള്ളങ്ങളിലുണ്ട്. എന്തിനാണ് ഈ പാഠങ്ങൾ ഇങ്ങനെ ഈ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത്? എന്ത് അനുഭവമായത്? എന്ത് ബോധോച്ചാടനമാണ്? എന്ത് ബോധമാണ്? ഈ ചിന്ത ഒന്ന് സ്നേഹമുള്ളവർ നമ്മളെ വഴി തെറ്റിക്കരുത്. ഈ ചിന്ത ഒരു വഴിതെറ്റലായിട്ട് കണ്ടു കഴിഞ്ഞാൽ, പോളാറാമനും പാപ്പ വിശുദ്ധ പോളാറാമൻ 1972 നവംബർ 15 നൽകിയ ഒരു പ്രബോധനമുണ്ട്, ഡെലിവർ അസ് ഫ്രം ഈവിൾ എന്നതിൻ്റെ പേര്. അതിനകത്ത് പാപ്പ പറയുന്നുണ്ട്, ആരെങ്കിലും പിശാചിനെക്കുറിച്ചുള്ള പ്രബോധനം, ചിന്തകൾ, കാര്യങ്ങളിൽ നിന്നും തങ്ങളുടെ ഉള്ളത്തെ മാറ്റിവെച്ചാൽ ആ വ്യക്തി മാറിപ്പോകുന്നത് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളിൽ നല്ല, മറിച്ച് സഭാത്മകമായ വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മേഖലകളിൽ നിന്നാണ് വ്യതിചലിച്ചു പോകുന്നത് എന്ന് പാപ്പ തെളിച്ചു പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ കാര്യങ്ങൾ സ്നേഹമുള്ളവരെ ഗൗരവത്തോടെ തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ വിശ്വാസത്തെ നല്ല അടിത്തറമേൽ, വിശുദ്ധ ഗ്രന്ഥ വെളിപ്പെടുത്തലിൻ്റെ അടിത്തറമേൽ ഉറപ്പിക്കാനായിട്ട് ഇടവരണം. ഞാൻ ഈ ഒരു സമ്മറി പങ്കുവെക്കൽ പോലെ ഇതെടുക്കുന്നത് ഇങ്ങനെയുള്ള ഇതിൽ കമൻറ്റുകൾ കേൾക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കമൻറ്റുകളൊന്നും നമ്മളെ, ആ ചിന്തകളൊന്നും നമ്മളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.